സ്കൂൾ മുറ്റത്തെ അപകടക്കുഴി നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പാലക്കാട് നിന്ന്. പടലക്കാട് സർക്കാർ LP സ്കൂളിലായിരുന്നു ഖോഖോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത വലിയ കുഴി, 8ഉം 9ഉം അടി താഴ്ചയുള്ള വലിയ കുഴി ഉള്ളതുകൊണ്ട് അവിടെ ഫിറ്റ്നസ് കൊടുത്തില്ല പഞ്ചായത്ത്. അതുകൊണ്ട് സ്കൂളിലെ പ്രവർത്തനം ഇന്നിപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. BJP ഇവിടെ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നുണ്ട് പടലക്കാട്. നമുക്കിപ്പം ഇക്ബാൽ അറയ്ക്കലുണ്ട്. ഇക്ബാൽ, സ്കൂളിൽ ഇന്നിപ്പോൾ അവിടെ അധ്യയനമില്ല, പകരം മാറ്റിയിരിക്കുന്നത് പഞ്ചായത്ത് കെട്ടിടത്തിലേക്ക്, കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്നാണ് അറിയുന്നത്. BJP ഇന്ന് അവിടെ പ്രതിഷേധം നടത്തുന്നു. എന്താണ് BJPയുടെ ആവശ്യം ഇന്ന് ഇക്ബാൽ? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കൊട്ടേക്കാടിനടുത്ത ചീനിക്കാട് എന്ന് പറയുന്ന മേഖലയിലെ കമ്മ്യൂണിറ്റി ഹാളിലാണ്. ഇതാണ് മരുത റോഡ് പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുന്നത്. ഇന്നലെയാണ് നമ്മൾ പടലിക്കാട് സർക്കാർ LP സ്കൂളിലെ ദുരിതം, അവിടെ ഉണ്ടായിരുന്ന രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എല്ലാം ആശങ്ക ജനങ്ങളിലേക്കും ജനപ്രതിനിധികളിലേക്കും എത്തിച്ചത്. അവിടെ ഒരു കൊക്കോ അക്കാദമി വരുന്നുണ്ട് സ്കൂൾ മുറ്റത്ത്. അതുകൊണ്ട് തന്നെ അവിടെ എടുത്ത കുഴികൾ അതൊരു അപകട കുഴികളായി മാറുകയായിരുന്നു ഈ മഴക്കാലത്ത്. അതിനെ തുടർന്ന് അവിടേക്ക് ഇന്ന് പ്രവേശനോത്സവം നടക്കാനിരിക്കെ ആ സ്കൂളിനുള്ള ഫിറ്റ്നസ് പഞ്ചായത്ത് നൽകിയിരുന്നില്ല. അതിനെ തുടർന്ന് തന്നെ പിന്നീട് സ്കൂളിന് ഇത്തരത്തിൽ ഈ ചീനിക്കാടുള്ള കമ്മ്യൂണിറ്റി ഹാളിലേക്ക് അവരുടെ ഇന്നത്തെ പ്രവേശനോത്സവവും ഇനിയുള്ള ഏതാനും ദിവസങ്ങളിലെ ക്ലാസ്സുകളും മാറ്റേണ്ട ഒരു സാഹചര്യം വരികയായിരുന്നു. ഏതായാലും ഇപ്പോൾ പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ളവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ അധ്യാപകരുടെയും കുട്ടികളുടെയുമാണ്. കാരണം ഇതിൽ പല കുട്ടികളും LKGയിലേക്ക് പ്രവേശനം നേടുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ പ്രധാന അധ്യാപിക ഇന്ന് ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അവർക്കെല്ലാം അവരുടെ ആ സ്വന്തം സ്കൂളിൽ ഇരുന്ന അത്തരത്തിലൊരു ചടങ്ങുകളെല്ലാം നടത്തണമെന്നുള്ള ഒരു ആഗ്രഹവും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ഇത്തവണ ഇല്ല. പകരം ഇത്തരത്തിലുള്ള ചീനിക്കാടുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച ഈ പരിപാടി നടത്താനാണ് അവർക്ക് യാദൃശ്ചികമായി ഇത്തരത്തിലൊരു കാര്യം വന്ന് വരികയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൊക്കോ അക്കാദമിക്ക് വേണ്ടി നിർമ്മിച്ച ആ കുഴികൾ അത് അപകടക്കണിയായി മാറുകയായിരുന്നു. ആളുകൾ ആശങ്ക അറിയിക്കുകയായിരുന്നു. ഏതായാലും ചീനിക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഇന്ന് ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ അധ്യാപകർ വളരെ ധൃതിപൂർവ്വം നടത്തുകയാണ്. കാരണം എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് ആദ്യ ദിനം എടുത്തു വെക്കുമ്പോൾ ഈ പടലിക്കാട് LP സ്കൂളിലെ കുട്ടികൾക്ക് മാത്രം അത്തരത്തിലൊരു ഗതികേട് വരരുത്, അതല്ലെങ്കിൽ അവർക്ക് ആഘോഷമില്ലാതിരിക്കുന്നൊരു അവസ്ഥ വരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. പഞ്ചായത്ത് അധ്യക്ഷ, അതായത് മരുത റോഡ് പഞ്ചായത്ത് അധ്യക്ഷൻ, അതുപോലെ തന്നെ സ്കൂൾ പ്രധാന അധ്യാപക ഷെഹർബാൻ ഉൾപ്പെടെയുള്ളവർ നമുക്കിപ്പം ചേരുന്നുണ്ട്. ഏതായാലും കുട്ടികൾക്ക് ഒരു മുടക്കം ഉണ്ടാവരുതെന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, പിന്നെ അവരുടെ വിദ്യാഭ്യാസത്തിലൊരു തടസ്സവും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ സൗകര്യവും ഇവിടെ ഏർപ്പാട് ചെയ്യും. ഉടൻ തന്നെ ആ കുഴി അവിടെ പില്ലർ റെഡിയാക്കി അത് മൂടാനുള്ള സംവിധാനവും ചെയ്യും. ഇതിലുണ്ടായ ഒരു വിഷയമെന്ന് പറയുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കിയോന്ന് എനിക്കറിയില്ല, ഇത് 2010 മാസത്തിലാണ് എഗ്രിമെന്റ് വെച്ചത്. ഫിറ്റ്നസ് ലഭിക്കുന്നവരെ ഈ ചീനിക്കാടുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ തീർച്ചയായിട്ടും ഫിറ്റ്നസ് ലഭിക്കുന്നതുവരെ കുട്ടികൾക്ക് അപകടമില്ലാതെ സ്കൂളിൽ പോകാൻ കഴിയുന്ന സമയം വരെ നമ്മൾ കമ്മ്യൂണിറ്റി ഹാളിൽ വെക്കും. ഇവിടെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി കൂടി രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. BJP പ്രവർത്തകരുണ്ടോ അവിടെ? അരുൺകുമാർ, തീർച്ചയായും BJP പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്തേക്ക് BJP പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. അതായത് അവർ പറയുന്നത് എല്ലാ കുട്ടികളും സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത് തങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് മാത്രം ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചൊരു പ്രവേശനോത്സവം നടത്തേണ്ടി വരുന്നത് അതൊരു ഒരു വല്ലാത്തൊരു ഗതികേടാണെന്നാണ് ഇപ്പോൾ BJP പ്രവർത്തകർ പറയുന്നത്. നിങ്ങൾ ആ ഒരു ആവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ സമരമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. അതെ, നമ്മൾ എല്ലാ സ്കൂളുകളും പ്രവേശനോത്സവം ബന്ധപ്പെട്ട് സ്കൂളിലേക്കാണ് കയറി പോവുക. ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ് കയറി പോകുന്നത്. അത് ഇവിടുത്തെ രക്ഷിതാക്കൾക്ക് വളരെ വിഷമമുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ആദ്യമായി സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ചെല്ലേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ആയിരിക്കുന്നത്. സെക്രട്ടറി C കൃഷ്ണകുമാർ ഉൾപ്പെടെ ഈ BJPയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കുട്ടികൾ അനുഭവിച്ചിരുന്നത്. റിപ്പോർട്ടറാണ് ഇത്തരത്തിൽ ആ അപകട കുഴി പുറത്തേക്ക് കൊണ്ടുവന്നത്. ഏതായാലും അവരുടെ സ്വന്തം സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട ഒരു ആവശ്യം, അത് അവരുടെ അവകാശമാണ്, അത് നേടിയെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, യാതൊരുവിധ മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഇതിൻ്റെ പണി ആരംഭിച്ചിട്ടുള്ളത്. ജൂൺ 1-ാം തീയതി സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇത്തരത്തിലൊരു പ്രവർത്തനം അവിടെ നടക്കുന്ന സമയത്ത് പകരം സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാതെ യാതൊരു വിധത്തിലുള്ള തയ്യാറെടുപ്പും ഇല്ലാതെയാണ് ഇന്ന് ഇത്രയും അവർക്ക് പഠിക്കാനുള്ള അവസരം താൽക്കാലികമായിട്ട് റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് സ്കൂൾ അധ്യയനം അവിടെ നടത്താതിരിക്കുകയും ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത് പ്രതിഷേധത്തിലാണ് BJP.